അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ കാട്ടാനാശല്യം രൂക്ഷമായി. പരിഹാരത്തിന് വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും ഇനിയും 7 കിലോമീറ്റർ ദൂരം കൂടി നിർമ്മാണ ജോലി ചെയ്യുവാൻ ബാക്കി. കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് നിർമ്മാണം ഇഴയുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ടാറിംഗ് ജോലികൾ ഉടനെ പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് ഉരുളിയും വിളക്കുകളും കവർന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. 3 ആഴ്ച മുമ്പ് പീലാർമുടിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. 2 ദിവസം മുമ്പ് വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകക്ഷി സംഘത്തിന്റെ സ്ഥലത്ത് കാട്ടാന കൂട്ടമായി വന്ന് കൃഷി വ്യാപകമായി നശിപ്പിച്ചു. മലയോര പ്രദേശങ്ങളായ മോതിരക്കണ്ണി, പീലാർമുഴി, തുമ്പൂർമുഴി, വെട്ടിക്കുഴി, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ, മുണ്ടൻമാണി, ചിക്ലായി, ചൂളക്കടവ് മുതലായ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവായി മാറി. 3 ആഴ്ച മുമ്പ് പീലാർമുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷവും കാട്ടാനയുടെ ശല്യം തുടരുകയാണ്. 2 ദിവസം മുമ്പ് വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകക്ഷി സംഘം സ്ഥലത്ത് കാട്ടാന കൂട്ടമായി വന്ന് വാഴ, കവുങ്ങ്, തെങ്ങ്, റംബൂട്ടാൻ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. സൗരോർജ്ജവേലിയും മരം തട്ടിയിട്ട് നശിപ്പിച്ചു. ഈ പ്രദേശങ്ങളിൽ ആനയുടെ സാമീപ്യമുണ്ടെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും അവയെ തുരത്തുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ശാശ്വതമായ പരിഹാരത്തിന് വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും ഇനി 7 കിലോമീറ്റർ ദൂരം കൂടി നിർമ്മാണ ജോലി ചെയ്യുവാൻ ബാക്കിയുണ്ട്. കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തുവാൻ റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ KM ജോസ് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. മീഡിയ ടൈം, ചാലക്കുടി. കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് നിർമ്മാണം ഇഴയുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകും. ടാറിംഗ് ജോലികൾ ഉടനെ പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. റോഡ് സന്ദർശിച്ച ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി അധികൃതരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ PWD റോഡ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസമായി കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. കോറി വേസ്റ്റ് ഇട്ടിരിക്കുന്ന റോഡിലൂടെയുള്ള സഞ്ചാരവും ദുഷ്കരമാണ്. പൊടിശല്യം മൂലം പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പ്രദേശവാസികൾ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. തുടർന്നാണ് പുതിയതായി അധികാരം ഏറ്റെടുത്ത വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അയൂബ് കരുപ്പെടുന്നയും വാർഡംഗം രമേശ് മാടത്തിങ്കലും സ്ഥലം സന്ദർശിച്ചത്. കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് ഉടനെ ടാറിംഗ് നടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ അധികൃതരോട് ആവശ്യപ്പെട്ടു. കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് റബ്ബറൈസ്ഡ് റോഡ് എന്ന പ്രൊജക്റ്റാണ് PWDയുടേത്. ഞാൻ ഈ 2 സൈഡിലുമുള്ള വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പ്രതിനിധിയാണ്. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതി റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊടിശല്യവും യാത്രാ ദുരിതവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതേപോലെ തന്നെ ഈ വാർഡിന്റെ ഒരു ഭാഗത്ത് ഉള്ള പ്രതിനിധി രമേശ് മാടത്തിലിനെ കൂട്ടി ഈ റോഡ് സന്ദർശിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും PWD അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പരാതി ഉയർന്ന സാഹചര്യത്തിൽ KSEBയുടെ തടസ്സം നീക്കാൻ നടപടിയെടുത്തുകൊണ്ട് വേണം എത്രയും വേഗം ടാറിംഗ് പൂർത്തീകരിക്കേണ്ടതെന്നും PWDയോട് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് ഉരുളിയും വിളക്കുകളും കവർന്നു. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്നത് കണ്ടത്. 22 കിലോയിലേറെ തൂക്കമുള്ള സാധനങ്ങളാണ് മോഷണം പോയത്. 2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് ഉരുളിയും വിളക്കുകളും കവർന്നു. ഡിസംബർ 26-ന് ക്ഷേത്രത്തിൽ 10-ാമത് ആഘോഷം നടന്നിരുന്നു. ഇതിനുശേഷം 2 ദിവസം മുൻപ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു.
2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. കഴിഞ്ഞ മാസം 2 നിലവിളക്കുകൾ മോഷണം പോയിരുന്നു. അതിനു മുൻപ് ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത ശേഷം മോഷ്ടാവ് കൊണ്ടുവന്ന താഴിട്ട് പൂട്ടിയ ഭണ്ഡാരത്തിൽ നിന്ന് പലതവണ പണം കവർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. തൃശൂർ കാഞ്ഞാണി സെൻറ്ററിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകും. വീതി കുറഞ്ഞ കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് പോകുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. സിഗ്നൽ ലൈറ്റുകളില്ലാത്ത കാഞ്ഞാണി സെന്ററിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി പതിവായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒട്ടേറെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രിയാണ് അപകടങ്ങൾ ഏറെയും. കഴിഞ്ഞ ദിവസം രാത്രി പെരിങ്ങോട്ടുകരയിൽ നിന്നു വന്ന കാർ തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറുമായി കൂട്ടിയിടിച്ച് പള്ളിപ്പാട്ട് ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറി. 2 കാറുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഈ ജ്വല്ലറിയുടെ ഷട്ടറിൽ കാർ ഇടിക്കുന്നത് 2ാം തവണയാണ്. ഒട്ടേറെ ബൈക്കുകളും അപകടം ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ തെന്നി വീണിട്ടുണ്ട്. ശബരിമല മണ്ഡലകാലമായതോടെ വാഹനങ്ങളുടെ തിരക്ക് രാത്രികാലങ്ങളിൽ കൂടിയിട്ടുണ്ട്. ഗുണനിലവാരമുള്ള മെക്കാഡം റോഡുകൾ ആയതോടെ വാഹനങ്ങളുടെ വേഗതയും കൂടി. റോഡ് വികസനത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സെന്റർ വികസനത്തിന് MLA ഫണ്ട് അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. നടപടി ഒന്നുമായിട്ടില്ല. റോഡുകളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയിട്ടില്ല. നാഷണൽ ഹൈവേ 66-നെ തൃശൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് തൃശൂർ വാടാനപ്പള്ളി റോഡ്. മീഡിയ ടൈം, തൃശൂർ. അമ്പല്ലൂരിൽ ദേശീയപാതയോരത്ത് ആക്രി പറക്കാനെത്തിയ ആളുടെ ദേഹത്ത് കോൺക്രീറ്റ് സ്ലാബ് വീണ് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹസീം ഷെയ്ഖിനാണ് പരിക്കേറ്റത്. സ്ലാബിനടിയിൽ കുടുങ്ങിയ ഇയാളെ ക്രെയിനെത്തിച്ച് സ്ലാബ് മാറ്റിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട പഴയ സ്ലാബുകളിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. സമീപത്തുണ്ടായിരുന്ന വലിയ സ്ലാബ് ഇയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹസീം ഷെയ്ഖിനാണ് പരിക്കേറ്റത്. സ്ലാബിനടിയിൽ കുടുങ്ങിയ ഇയാളെ ക്രെയിൻ എത്തിച്ച് സ്ലാബ് മാറ്റിയാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ വിജീഷ്, TH വിഷ്ണു, M മനു, ജിതിൻ ജോസഫ്, അഖിലേഷ്, ഹോംഗാർഡ് സുരേഷ്, രഘുനാഥൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, പുതുക്കാട്. മറ്റത്തൂരിലെ വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ സംഘടനകളുമായുള്ള ഒരു ബന്ധവും പാർട്ടിക്ക് ഉണ്ടാകില്ല. KPCCക്കും DCCക്കും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ് ഉള്ളതെന്ന് തൃശ്ശൂരിൽ KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിക്ക് വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാന CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും വൈകിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരെ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അല്ല, SITയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ SITയുടെ മീതെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയാണല്ലോ. ഞങ്ങളത് രാഷ്ട്രീയാരോപണമായിട്ടല്ല ഉന്നയിച്ചത്. SITയുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത് വൈകിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത്, വളരെ രഹസ്യം. പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എന്തിനാ രഹസ്യ സ്വഭാവം? ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയായിരുന്ന ഒരാളാണ്, നിരവധി പ്രാവശ്യം MLA ആയിരുന്ന ഒരാളാണ്, ഒരു കോടതിയുടെ, ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ.
പുതുവർഷ പുലരിയിൽ കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വീടിന് നേരെ ആക്രമണം. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. എടവിലങ്ങ് വിലങ്ങപ്പാടം പുത്തൻകാട്ടിൽ പ്രതാപൻ്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. 7ഓളം ജനൽ ചില്ലുകളാണ് ആക്രമികൾ അടിച്ചു തകർത്തത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെട്ടു. ഈ സമയം പ്രതാപനും ഭാര്യ സുഷ്മതയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. CPM അനുഭാവിയായ പ്രതാപൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു. ഇതാണ് ആക്രമണത്തിന് കാരണമായതെന്ന് ആരോപണമുണ്ട്. കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുവർഷത്തലേന്ന് ചാലക്കുടി കൊട്ടാറ്റിൽ വാഹനാപകടം. അണ്ണനൂർ തോട്ടത്തിൽ വീട്ടിൽ ദേവസ്കുട്ടിയുടെ മകൻ ജോൺസൺ ആണ് മരിച്ചത്. കൊട്ടാറ്റിൽ വെച്ച് ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്ന ജോൺസൺ തൊട്ട് മുൻപിലുണ്ടായിരുന്ന മറ്റൊരു ഇരുചക്രവാഹനത്തിൽ തട്ടി എതിർദിശയിലുള്ള കാറിനെ മറികടന്നു വന്ന ബസ്സിനടിയിലേക്ക് പോവുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ജോൺസൺ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മരിച്ച ജോൺസൺ ചാലക്കുടിയിൽ സെൻറ് പോൾസ് പാരൽ കോളേജ് എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു. അഷ്റഫ് പുത്തഞ്ചേരിയുടെ നോവൽ മൃഗശില്പങ്ങൾ പ്രകാശനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോമി ബേബി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മൃഗശില്പങ്ങൾ എന്ന ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ചുള്ളൊരു സൂചന തരികയുണ്ടായി. പുസ്തകം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു സൂചന, അതിൻ്റെ പരിചയപ്പെടുത്തലിന് വേണ്ടിയിട്ട് ശ്രീമതി രേഖ ഇവിടെ സൂചിപ്പിക്കും. എന്നാൽ ഞാൻ കേട്ട ഒരു കാര്യം, അതിലെ ആശയങ്ങൾ അദ്ദേഹം നമ്മുടെ ഈ സമൂഹത്തെ പഠിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തന മേഖലകൾ അത് ഏറ്റെടുത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ആണെന്നാണ് എന്നോട് പറയുകയുണ്ടായത്. അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ എല്ലാ മെമ്പർമാരും അത് വായിച്ചിരിക്കണം എന്നതുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുത്തഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. PK ഷറഫുദ്ദീൻ, വാസന്തി സുബ്രഹ്മണ്യൻ, CN പ്രദീപ് കുമാർ, PK കിട്ടൻ, TS ഷാജു, റോസി തമ്പി, ലൈല ജസീന, സുമാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള വലിയപറമ്പ് സ്നേഹഗിരി തിരുഹൃദയ ദേവാലയത്തിൽ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ചാവറാച്ചൻ്റെയും തിരുനാളിനെ കൊടികയറി. വികാരി ഫാദർ ആൻ്റണി പറമ്പൻ കുടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഡിജോ പയ്യപ്പള്ളി, ഫാദർ മെൽഫിൻ ചക്കാലക്കൽ, കൈക്കാരന്മാരായ ഫ്രാൻസിസ് തളിയത്ത്, ബാബു വടക്കൻ, ജനറൽ കൺവീനർ സിജോ വെമ്പിൽ, ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊമ്പത്തുകടവ് സേവ്യൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ തിരുനാൾ ജനുവരി 2, 3, 4 തീയതികളിൽ ആഘോഷിക്കും. ജനുവരി 2 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 തിരുനാളിനെ കൊടിയേറും. ചിക്കാഗോ രൂപത മെത്രാൻ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിക്കും. 3:50 എഴുന്നള്ളിപ്പ്, അമ്പപ്രദക്ഷിണ മത്സരം, ശിങ്കാരിമേളം, തിരുനാൾ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാന എന്നിങ്ങനെയാണ് പ്രധാന ചടങ്ങുകളെന്ന് വികാരി ഫാദർ ഫെബിൻ കൊടിയൻ, ജോണി പ്രാക്കൽ, ജോർജ് പട്ടേരി, ആൻഡ്രൂസ് കിഴക്കോട്ട് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 4-ാം തീയതി ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. അത് രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10 മണിക്ക് തിരുനാൾ വിശുദ്ധ കുർബാന, വൈകുന്നേരം 4 മണിക്ക് മറ്റൊരു വിശുദ്ധ കുർബാന, അതിനുശേഷം തിരുനാളിൻ്റെ പ്രദക്ഷിണം, വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം ഇറങ്ങുന്നു, 6:45 പ്രദക്ഷിണം കയറുന്നു. അതിനുശേഷം വൈകുന്നേരം 7:00 അഞ്ജു ജോസഫ് നയിക്കുന്ന മെഗാ മ്യൂസിക് ബാൻഡ്. ഇതാണ് ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളിലെ പരിപാടികളുടെ ചുരുക്കം എന്ന് പറയുന്നത്. ആൽഫ പാലിയേറ്റീവ് കെയർ മാള ലിങ്ക് സെൻറ്ററിൻ്റെ വാർഷികാഘോഷവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. മെറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയർമാൻ ഡോക്ടർ ഷാജു ആൻ്റണി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലിങ്ക് സെൻറ്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. നിസ അഷ്റഫ്, ഷീല ജോസ്, ജോളി വടക്കൻ, ലിസി ജോണി, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജുവിന് സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സദൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് UY ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, സെക്രട്ടറി MB മുബാറക്, ട്രഷറർ കമറുൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ കാട്ടാനാശല്യം രൂക്ഷമായി. പരിഹാരത്തിന് വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും ഇനിയും 7 കിലോമീറ്റർ ദൂരം കൂടി നിർമ്മാണ ജോലി ചെയ്യുവാൻ ബാക്കി.
കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് നിർമ്മാണം ഇഴയുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ടാറിംഗ് ജോലികൾ ഉടനെ പൂർത്തിയാക്കണമെന്ന പൊതുമരാമത്ത് വകുപ്പിനോട് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. മന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് ഉരുളിയും വിളക്കുകളും കവർന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.